ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് കോമേഴ്സ്. ഇപ്പം നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എം.കോം തേർഡ് സെമസ്റ്റർ പേപ്പറാണ്. ഇതിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലോ കയറിയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബോണ്ട് എന്താണ് നോക്കാം. ബോണ്ട് എന്ന് പറയുന്നത് ബോണ്ട് ആർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് വെൻ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ദേ ആർ കോൾഡ് ബോണ്ട്. അതായത് ഡെപ്റ്റ് സെക്യൂരിറ്റീസുകളാണ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് സെക്യൂരിറ്റീസുകൾ എന്താ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസുകളോ ഇഷ്യൂ നടത്തുമ്പോൾ അതിനെ ബോണ്ട് എന്ന് പറയുന്നുണ്ട്. വെൻ സച്ച് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് ഇൻ പ്രൈവറ്റ് സെക്ടർ ദേ ആർ കോൾഡ് ഡിബഞ്ചർ. ഇനി ആ ഡെപ്റ്റ് സെക്യൂരിറ്റീസുകൾ എന്താ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് കോർപ്പറേറ്റുകൾ ഇഷ്യൂ നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്താ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസുകളോ ഇഷ്യൂ നടത്തുമ്പോൾ അതിനെന്താ റിസ്ക് വളരെ കുറവായിരിക്കും അല്ലേ. ഗവൺമെൻറ്റാണ് ഇഷ്യൂ നടത്തുന്നത് എങ്കിൽ എന്താ റിസ്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ കോർപ്പറേറ്റ് ബോണ്ടുകൾക്ക് എന്താ റിസ്കിൻ്റെ എലമെൻറ്റ് വളരെ കൂടുതലാണ്. അതായത് കോർപ്പറേറ്റ് ബോണ്ട്സുകൾക്ക് അതായത് കോർപ്പറേറ്റ് ഇൻ പ്രൈവറ്റ് സെക്ടറിൽ ഇഷ്യൂ നടത്തുമ്പോൾ അതിനെ ഡിബഞ്ചർ എന്ന് പറയുന്നുണ്ട്. ആ കോർപ്പറേറ്റ് ബോണ്ട്സുകൾക്ക് റിസ്ക് വളരെ കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. മോറോവർ ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ കമ്പനി കുഡ് ബി സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ് വെദർ ദ ബോണ്ട് ഈസ് സെക്യൂർഡ്. കമ്പനികൾ ഇഷ്യൂ നടത്തുമ്പോൾ സെക്യൂർഡ് അൺസെക്യൂർഡ് ആയിരിക്കും. പക്ഷേ ബോണ്ട് എന്ന് പറയുന്നത് നോർമലി ഒരു സെക്യൂർഡ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ബോണ്ട് എന്ന് പറയുന്നത് എന്താ ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. ഇൻ വിച്ച് ബോണ്ട് ഹോൾഡർ ലെൻഡ് മണി ടു ദ കമ്പനി. അതിലെന്താ ബോണ്ട് ഹോൾഡേഴ്സ് കമ്പനികൾക്കാണ് മണി ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് എന്താണ് കമ്പനി പ്രൊമിസസ് ടു പേ ബോണ്ട് ഹോൾഡേഴ്സ് എ സീരീസ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോൺ എസ് കൂപ്പൺ പേയ്മെൻറ്റ്. അതുകൊണ്ട് എന്താ ബോണ്ട് ഹോൾഡേഴ്സാണ് കമ്പനിക്ക് മണി ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ കമ്പനി എന്താണ് ബോണ്ട് ഹോൾഡേഴ്സിന് ഒരു സീരീസ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ആ ഇൻട്രസ്റ്റിനെ പറയുന്നതാണ് കൂപ്പൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അണ്ടിൽ ദ ബോണ്ട് മെച്യൂരിറ്റി നടത്തുന്ന അതുവരെ നമ്മളെന്താ കൂപ്പൺ പേയ്മെൻറ്റ് കമ്പനികൾ എന്താ ബോണ്ട് ഹോൾഡേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ദ എമൗണ്ട് ഓഫ് മണി പേയബിൾ ആസ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് മണീനെ പറയണതാണ് കൂപ്പൺ എന്ന് പറയുന്നത്. കൂപ്പൺ എന്താ രണ്ട് തരത്തിൽ നമുക്ക് ഇഷ്യൂ നടത്താൻ പറ്റും. അതായത് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് ആനുവലി ആയിട്ടും സെമി ആനുവലി ആയിട്ടും. At the maturity, the bondholder receive a specified principal sum is called par, face or nominal value of the bond. ആ എൻ്റെ സമയത്ത് അതായത് മെച്യൂരിറ്റി സമയത്ത് ഒരു പ്രിൻസിപ്പൽ സം എന്താണ് ബോണ്ട് ഹോൾഡേഴ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് പാർ, ഫേസ് അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് ദ ബോണ്ട്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോണ്ട് എന്താ നോക്കാം. ബോണ്ടിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ ആണ്. ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ബോണ്ട് നോർമലി ഹാവ് എ ഫേസ് ഓർ പാർ വാല്യൂ. ദ പാർ വാല്യൂ ഓഫ് ബോണ്ട് ഈസ് കോമൺലി ദ പ്രൈസ് അറ്റ് വിച്ച് ബോണ്ട് ആർ ഫസ്റ്റ് ഇഷ്യൂഡ്. പാർ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ബോണ്ട് ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ നടത്തുമല്ലോ, ആ പ്രൈസിനെയാണ് ബോണ്ടിൻ്റെ പാർ വാല്യൂ എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പൽ അറ്റ് വിച്ച് ദ കൂപ്പൺ പേയ്മെൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ആ ഒരു പാർ വാല്യൂവിലാണ് നമ്മളെന്താ പ്രിൻസിപ്പൽ അതായത് കൂപ്പൺ പേയ്മെൻറ്റ് നടത്തുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഇൻട്രസ്റ്റ് ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ബോണ്ട് ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട് പറയുന്നു. അതിനെയാണ് നമ്മൾ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് എന്താണ് കൂപ്പൺ ഇൻട്രസ്റ്റ് ക്യാൻ ബി ഫിക്സഡും വേരിയബിളും ആയിരിക്കും. കൂപ്പൺ ഇൻട്രസ്റ്റ് എന്താ ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തത് മെച്യൂരിറ്റി. ഓൾറെഡി നമുക്കറിയാം മെച്യൂരിറ്റി പറയുമ്പോൾ എന്താ ഫൈനൽ പേയ്മെൻറ്റ് ഡേറ്റിനെയാണ് പറയുന്നത് മെച്യൂരിറ്റി ഡേറ്റ് റിഫേഴ്സ് ടു ദ ഫൈനൽ പേയ്മെൻറ്റ് ഡേറ്റ് ഓഫ് എ ബോണ്ട് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ബോണ്ട് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഷോർട്ട് ടേം ആയിട്ടുണ്ട്, മീഡിയം ടേം ആയിട്ടുണ്ട്, അതുമാതിരി ലോങ് ടേം ആയിട്ടുണ്ട് കേട്ടോ. ബോണ്ടിൻ്റെ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ എന്താ അതൊരു 5 ഇയർ വരെയുള്ള മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഷോർട്ട് ടേം ബോണ്ട്സ് ആണ്. മീഡിയം ടേം എന്ന് പറയുമ്പോൾ 5 to 15 ഇയേഴ്സ്. ലോങ് ടേം എന്താ ഓവർ 15 ഇയേഴ്സ് അതായത് 15 വർഷത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിനെ ലോങ് ടേം ബോണ്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ബോണ്ട് ഈൽഡ് എന്ന് പറയുമ്പോൾ എന്താണ് ബോണ്ട് ഈൽഡ് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോണ്ട് ക്യാഷ് ഫ്ലോസ് ഈക്വൽ ടു ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ട്. അതായത് ബോണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ബോണ്ടായിട്ട് ഈക്വൽ ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റിനെയാണ് ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ പറയുന്നത് ബോണ്ട് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ഇൻവേഴ്സ്ലി വിത്ത് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇഫ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റേസ് പീപ്പിൾ പ്രിഫർ ടു ഹോൾഡ് എ ന്യൂ ഹയർ ഈൽഡ് ഇഷ്യൂ ദൻ ദ എക്സിസ്റ്റിംഗ് ബോണ്ട്. ഒരു മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ അത് കൂടുന്ന സമയത്ത് എന്താ ആളുകൾ
പുതിയ ബോണ്ടുകളാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ബോണ്ടുകൾ എന്താണ് അവർ പ്രിഫർ ചെയ്യില്ല. അപ്പോൾ എക്സിസ്റ്റിംഗ് ബോണ്ടുകളൊക്കെ എന്താ ഉണ്ടാവുന്നത്, എക്സിസ്റ്റിംഗ് ബോണ്ടുകൾ അവർ വിൽക്കും. അതുകൊണ്ട് തന്നെ എന്താ എക്സിസ്റ്റിംഗ് ബോണ്ടിൻ്റെ പ്രൈസ് കുറയുന്നതാണ് പറയുന്നത് കേട്ടോ. അതാണ് ബോണ്ട് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ഇൻവേഴ്സ്ലി വിത്ത് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോണ്ട്. ഫസ്റ്റ് വന്ന് ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ, രണ്ടാമത്തത് കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനെയാണ് കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. മെച്യൂരിറ്റി പറയുമ്പോൾ ഫൈനൽ പേയ്മെൻറ്റ് ഓഫ് ലോൺ, ഫൈനൽ പേയ്മെൻറ്റ് ഡേറ്റിനെയാണ് മെച്യൂരിറ്റി പറയുന്നത്. അതിൽ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഉണ്ട്. ബോണ്ട് ഈൽഡ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റിനെയാണ് പറയുന്നത്. ബോണ്ട് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അനുസരിച്ചിട്ട് ബോണ്ടിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ബോണ്ടുകളാണ്. ഇവിടെ നമുക്ക് 5 ടൈപ്പ് ഓഫ് ബോണ്ട്സുകൾ പറയുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ട് അണ്ടർ ക്ലാസിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ട്. ബോണ്ട് ഫസ്റ്റ് വന്നിട്ട് ബോണ്ട് ടൈപ്പ് ബേസ്ഡ് ഓൺ ദ കൂപ്പൺ സ്ട്രക്ചർ. ഓക്കെ, കൂപ്പൺ നമ്മൾ പറഞ്ഞു എന്താണ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിനെയാണ് കൂപ്പൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഫിക്സഡ് റേറ്റ് ബോണ്ട്. ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താ, പേരുന്ന് തന്നെ മനസ്സിലാവും. അതായത് ഫിക്സഡ് റിമെയിൻ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ നടത്തുന്നതിനെയാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. സിൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സഡ് റേറ്റ് ബോണ്ട് ആർ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഹാപ്പൻ ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരികയാണ്, അതിനൊക്കെ റെസിസ്റ്റൻറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ബോണ്ട് ഹോൾഡേഴ്സിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തത് എന്താ, ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് പറഞ്ഞാൽ എന്താ, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പോളിസി അവിടെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് കറൻറ്റ് മാർക്കറ്റ് റെഫറൻസ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫിക്സഡ് ബോണ്ടിൻ്റെ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നു. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് ഹാവ് എ കൂപ്പൺ റേറ്റ് ലിങ്ക്ഡ് ടു സം അതർ റെഫറൻസ് റേറ്റ് സച്ച് എസ് ലിബർ. അതായത് ലിബർ പോലുള്ള റെഫറൻസ് റേറ്റുകൾ ഉണ്ടല്ലോ, അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സുകൾ ഉണ്ടായിരിക്കുക. ഇനി സീറോ കൂപ്പൺ ബോണ്ട്സ് ആർ ബോണ്ട്സ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റീപെയ്ഡ് അറ്റ് എ ഫേസ് വാല്യൂ അറ്റ് മെച്യൂരിറ്റി ഡേറ്റ്. അതായത് എന്താണ്, ഇഷ്യൂ നടത്തുന്നത് ഡിസ്കൗണ്ട് റേറ്റിലും അതുമാതിരി റീപേയ്മെൻറ്റ് നടത്തുന്നത് എന്താ, ഫേസ് വാല്യൂവിലായിരിക്കും. മെച്യൂരിറ്റി സമയത്ത് റീപേയ്മെൻറ്റ് നടത്തുന്നത് ഫേസ് വാല്യൂവിലും. അങ്ങനത്തെ ഉള്ള ബോണ്ടുകളെയാണ് പറയുന്നത് സീറോ കൂപ്പൺ ബോണ്ട്സ് കേട്ടോ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് നോ പീരിയോഡിക് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്. ഇവിടെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല, ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ ഇഷ്യൂ നടത്തുന്നത്. അതാണ് സീറോ കൂപ്പൺ ബോണ്ട്സിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്സുകൾ എന്താണ്, ബോണ്ട് ലിങ്ക്ഡ് ടു ഇൻഫ്ലേഷൻസ് ആർ കോൾഡ് ഇൻഫ്ലേഷൻ ലിങ്ക്ഡ് ബോണ്ട്സ്. ഇൻഫ്ലേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫ്ലേഷനുമായിട്ട് ബോണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ അതിനെയാണ് ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്സുകൾ എന്ന് പറയുന്നത്. The interest rate of inflation linked bonds is generally lower than the fixed rate of bonds. ഫിക്സഡ് റേറ്റ് ബോണ്ട്സ് ഉണ്ടല്ലോ, ആ ബോണ്ട്സിനെക്കാട്ടിലും കുറവായിരിക്കും നമ്മുടെ ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദർ ആർ കോർപ്പറേറ്റ് ബോണ്ട്സ് വേർ കൂപ്പൺ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു ഹൈ ആൻഡ് വേരിയബിൾ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് കൂപ്പൺ നമുക്ക് അത്രയും ഹൈ ആക്കാൻ പറ്റും, അങ്ങനത്തെ കോർപ്പറേറ്റ് ബോണ്ട്സുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്സിൽ രണ്ട് താഴെ വരുന്നത്, അതായത് അണ്ടറായിട്ട് വരുന്നത് മോർഗേജ് ബോണ്ട്സുകളും ഡിബഞ്ചേഴ്സുകളും. മോർഗേജ് ബോണ്ട്സുകൾ എന്ന് പറയുമ്പോൾ എന്താ, മോർഗേജ് ബോണ്ട് ഈസ് എ ബോണ്ട് ബാക്ക്ഡ് ബൈ ദ അസറ്റ് സച്ച് എസ് പ്ലാന്റ് ഓർ ഇൻവെൻറ്ററീസ്. അതായത് പ്ലാന്റ് ഓർ ഇൻവെൻറ്ററീസ് അങ്ങനെയുള്ള അസറ്റ്സിനെ ബാക്ക് ചെയ്തിട്ടുള്ള ബോണ്ട്സിനെയാണ് മോർഗേജ് ബോണ്ട്സ് എന്ന് പറയുന്നത്. അതിൽ എന്താണ്, മോർഗേജ് ബോണ്ട്സ് ആർ കൺസിഡേർഡ് സേഫ് ദെൻ ദ കോർപ്പറേറ്റ് ബോണ്ട്സ് ആൻഡ് ദർ ഫോർ ടിപ്പിക്കലി ഹാവ് എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് മോർഗേജ് ബോണ്ട്സുകൾ നമ്മൾ സാധാരണ സേഫായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ കുറവായിരിക്കും കേട്ടോ, ലോയർ ആയിരിക്കും. പിന്നെ ഡിബഞ്ചേഴ്സ് പറഞ്ഞല്ലോ, അതായത് എന്താ, കോർപ്പറേറ്റ്സുകൾ ഇഷ്യൂ നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് കേട്ടോ. അൺസെക്യൂർഡ് ആണ്. വെനെവർ ഈ ബോണ്ട് ഈസ് അൺസെക്യൂർഡ് ഇറ്റ് ക്യാൻ ബി റിഫേർഡ് ആസ് ഡിബഞ്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ക്ലാസിഫിക്കേഷൻ അടുത്ത ബേസിസിൽ വരുന്നത് ബോണ്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എംബഡഡ് ഓപ്ഷൻസ്. എംബഡഡ് ഓപ്ഷൻസ് പറയുമ്പോൾ എന്താ, നമുക്ക് കോളബിൾ ഓപ്ഷൻസ്, പുട്ടബിൾ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. കോളബിൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഈ കോളബിൾ ബോണ്ട് ഗിവ്സ് ദ ഇഷ്യൂയർ ദ ഓപ്ഷൻ ടു റിട്ടയർ ബോണ്ട് പ്രിയർ ടു ദ മെച്യൂരിറ്റി ഡേറ്റ് ഫോർ എ പ്രൈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ ടൈം ദാറ്റ് ദ ബോണ്ട് ഈസ് ഇഷ്യൂഡ്. അതായത് ബോണ്ട് ഇഷ്യൂ നടത്തിയ സമയത്ത് തന്നെ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. മെച്യൂരിറ്റി ഡേറ്റിൽ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റിൽ എന്താ, ഇഷ്യൂയർക്ക് ബോണ്ട് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ.
പിന്നെ പുട്ടബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ പുട്ടബിൾ ബോണ്ട് ഓൺ ദ അതർ ഹാൻഡ് അലോസ് ദ ഇൻവെസ്റ്റർ ടു സെൽ ദ ബോണ്ട് ഓൺ ബാക്ക് ടു ദ ഇഷ്യൂർ. അതായത് ഇഷ്യൂർക്ക് തന്നെ ബോണ്ട് സെല്ല് ചെയ്യാൻ, അതായത് ഇൻവെസ്റ്ററിന് ബോണ്ട് ഇഷ്യൂർക്ക് തന്നെ സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മെച്യൂരിറ്റി ഡേറ്റിൽ തന്നെയാണ് അതും. അത് നമ്മൾ ഇഷ്യൂ നടത്തുന്ന സമയത്ത് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേമാതിരിയാണ് അതിൽ നടത്തുന്നത്. ഇനി കൺവേർട്ടിബിൾ ബോണ്ട്, പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ബോണ്ടുകളെ നമ്മൾ കൺവേർട്ടിബിൾ ബോണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് എന്താണ്, കൺവേർട്ടിബിൾ ബോണ്ട് ആർ ബോണ്ട് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കോമൺ സ്റ്റോക്ക് ഫോർ കോർപ്പറേഷൻ ഇഷ്യൂയിങ് ദം അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ ബോണ്ട് ഹോൾഡർ. അതായത് ബോണ്ട് ഹോൾഡർക്ക് അവരുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് എന്താണ് സ്റ്റോക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ബോണ്ടുകളെയാണ് കൺവേർട്ടിബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റർ ദ ഓപ്ഷൻ ടു കൺവേർട്ട് ബോണ്ട് ഇൻ ടു ഇക്വിറ്റി അറ്റ് എ ഫിക്സഡ് കൺവേർഷൻ പ്രൈസ് ഈസ് കോൾഡ് കൺവേർട്ടിബിൾ ബോണ്ട്. ഒരു ഫിക്സഡ് കൺവേർഷൻ പ്രൈസ് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ബോണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ കൺവേർട്ടിബിൾ ബോണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ബോണ്ട് ടൈപ്പ് ബേസ്ഡ് ഓൺ പീരീഡ് ഓഫ് ബോണ്ട്. ബോണ്ടിൻ്റെ പീരീഡ് വെച്ചിട്ടാണുള്ളത് കേട്ടോ അടുത്തത്. അതിൽ ഫസ്റ്റ് വൺ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. എ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഈസ് എ ബോണ്ട് ദാറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ ലെസ് ദാൻ ഇറ്റ്സ് പാർ ഓർ ഫേസ് വാല്യൂ. അതായത് ഫേസ് വാല്യൂയിൽ നിന്നും പാർ വാല്യൂയിൽ നിന്നും കുറവായിട്ട് നമ്മളെന്താണ് ഇഷ്യൂ നടത്തുമ്പോൾ അതിനെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് പാർ വാല്യൂ നമുക്കിപ്പോൾ ഒരു 100 ആണ് വിചാരിച്ചോ പാർ വാല്യൂ. അപ്പോൾ നമ്മളെന്തോ ഒരു 90 ഒരു 95 നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നുണ്ട്. A deep discount bond is if it is sold at a significantly lower price than the par value, usually at a 20% or more. 20% അതിൽ കൂടുതലോ ആയിട്ടാണ് നമ്മൾ പാറ് സാധാരണ ഇഷ്യൂ നടത്തുന്നത്. ഇനി പെർപെക്ച്വൽ ബോണ്ട്. പെർപെക്ച്വൽ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ബോണ്ട് വിത്ത് നോ മെച്യൂരിറ്റി ഡേറ്റ് ആർ കോൾഡ് പെർപെക്ച്വൽ ബോണ്ട്. അതായത് മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്ത ബോണ്ട്സുകളെ നമ്മൾ എന്താ പെർപെക്ച്വൽ ബോണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ബോണ്ട് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ത്രൂ ഔട്ട്, എത്ര കാലമാണ് അവർ ബോണ്ട് ഹോൾഡ് ചെയ്യുന്ന അത്ര കാലം നമുക്ക് ഇൻട്രസ്റ്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് ബോണ്ട്. ഗവൺമെൻറ് ബോണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് ബോണ്ട്, നമ്മൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ആൾക്കാരൊക്കെ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസൊക്കെ ഇഷ്യൂ നടത്തുമ്പോൾ അതിനെയാണ് ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ റിസ്ക് കുറവായിരിക്കും, പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ട്രഷറി ബിൽസുകൾ, അതായത് ടി ബിൽസുകൾ. ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ദാറ്റ് മെച്യൂർ ഇൻ ലെസ് ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ താഴെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ, ബോൺസുകൾ, അതിനെ പറയുന്നതാണ് നമ്മൾ ട്രഷറി ബിൽസുകൾ. സാധാരണ എത്ര ദിവസം, ഒന്നുമില്ലെങ്കിൽ 91 ഡേയ്സ്, 182 ഡേയ്സ്, 364 ഡേയ്സുകളൊക്കെ ആയിരിക്കും അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കുക. അത്ര ദിവസങ്ങൾക്കായിരിക്കും ഇഷ്യൂ നടത്തുന്നത്. ഇനി അടുത്തത് ക്യാഷ് മാനേജ്മെൻറ്റ് ബിൽസ്. ക്യാഷ് മാനേജ്മെൻറ്റ് ബിൽസ് ആർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് വിത്ത് ഷോർട്ട് വാലിഡിറ്റി വിച്ച് ഈസ് യൂഷ്വലി ലെസ് ദാൻ 91 ഡേയ്സ്. അതായത് എന്താ 91 ദിവസത്തിൽ കുറവായിട്ടുള്ള ഷോർട്ട് ടേം വാലിഡിറ്റി ഉള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളെയാണ് നമ്മൾ പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് ബിൽസ് കേട്ടോ. ഇത് ഹൈലി ഫ്ലെക്സിബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് എന്താ അത് നല്ല ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇറ്റ്സ് ടേം ഈസ് ഡിപ്പെൻഡ് ഓൺ ദ ക്യാഷ് നീഡ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് എന്താ അതിൻ്റെ ടേം നമ്മൾ ഡിപ്പെൻഡായിട്ട് വരുന്നത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് നീഡ്സുകളും റിക്വയർമെൻറ്റിനൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അടുത്ത ക്ലാസിഫിക്കേഷൻ. ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ സെക്യൂരിറ്റീസ് ആൻഡ് ബോൺസ് ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ദ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ദിസ് ബോണ്ട് ഹാവ് എ പ്രിഡിറ്റർമൈൻഡ് ഓർ ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റ്. ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI ആണ് ഇഷ്യൂ നടത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബിഹാഫായിട്ട് RBI ഇഷ്യൂ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പ്രിഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൽസ് ദിസ് ബോൺസ് ഓർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ ഓപ്ഷൻ, അതായത് ലേലത്തിലൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഇത് ഇഷ്യൂ നടത്തുന്നത് കേട്ടോ. ഇനി സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കാം, നമ്മൾ സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. State government issues state development loans with the purpose of meeting their budget deficit and budgetary requirement. അതായത് ഓരോ സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്ററി ഡെഫിസിറ്റ് അതുമാതിരി ബഡ്ജറ്ററി റിക്വയർമെൻ്റ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ നടത്തുന്ന ലോൺസിനെയാണ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് എന്ന് പറയുന്നത്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ, ഹയർ ദെൻ ദ ഡേറ്റഡ് ഗവൺമെൻറ് ബോൺസ്. ഡേറ്റഡ് ഗവൺമെൻറ് ബോൺസിനെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെ ആയിരിക്കും, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസിനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി മുനിസിപ്പൽ ബോൺസ് എന്ന് പറയുമ്പോൾ എന്താ,
മുനിസിപ്പൽ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് വെൻ എ ഗവൺമെൻറ് ബോഡി വാണ്ട് ടു റേസ് ഫണ്ട് ഫോർ പ്രൊജക്റ്റ് സച്ചസ് ഇൻഫ്രാ റിലേറ്റഡ് റോഡ്സുകൾ, എയർപോർട്ട്സുകൾ, റെയിൽവേ സ്റ്റേഷൻസ്, സ്കൂളുകൾ, അങ്ങനെയുള്ള മുനിസിപ്പൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോണ്ട്സുകൾ ഇഷ്യൂ നടത്തുമ്പോഴാണ് ഗവൺമെൻറ് ബോഡി ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ നടത്തുന്ന ബോണ്ടുകളെയാണ് മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അതർ ടൈപ്പ് ഓഫ് ബോണ്ട്സുകളാണ് വരുന്നത് അടുത്ത 5th കാറ്റഗറി. അതിൽ വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ബോണ്ട്സ് ആൻഡ് ജങ്ക് ബോണ്ട്സുകൾ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ബോണ്ട്സ് ഫസ്റ്റ് നോക്കാം. ബോണ്ട് വിത്ത് എ ഹൈ റേറ്റിംഗ് ബൈ റേറ്റിംഗ് ഏജൻസീസസ്, അതായത് റേറ്റിംഗ് ഏജൻസീസ് ഹൈ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ബോണ്ട്സുകളെയാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ബോണ്ട്സുകൾ. ഇനി ബോണ്ട്സ് ദാറ്റ് ഹാവ് എ ലോയർ റേറ്റ് ആർ കോൾഡ് ജങ്ക് ബോണ്ട്സുകൾ. റേറ്റ് കുറവുള്ള ബോണ്ട്സുകൾ അതായത് റേറ്റ് കുറവായിട്ട് കൊടുത്തിട്ടുള്ള ആ ബോണ്ട്സിന് പറയുന്നതാണ് ജങ്ക് ബോണ്ട്സുകൾ. ജങ്ക് ബോണ്ട്സ് ആർ കോൾഡ് ഹൈ yield bonds because they have a high risk of default, hence higher yield. റിസ്ക് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഹയർ ഈൽഡും ആയിരിക്കും. അതാണ് ജങ്ക് ബോണ്ട്സിനെ പറയണത് കേട്ടോ. ഇനി സ്ട്രിപ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും മുന്നേ, നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സ്ട്രിപ്സ് റിഫേഴ്സ് ടു ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ബോണ്ട് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻറ്റ് കൂപ്പൺ പേയ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് മെച്യൂരിറ്റി വാല്യൂ. അതായത് കൂപ്പൺ പേയ്മെൻ്റ് ആയിട്ടും മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് നമ്മൾ ബ്രേക്കപ്പ് ഓഫ് എ ബോണ്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതിന് നമ്മൾ സ്ട്രിപ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു 10 year ബോണ്ടുകൾ പേയിങ് സെമി ആനുവൽ കൂപ്പൺ പേയ്മെൻറ്റ്സ്, ഒരു 10 വർഷ കാലയളവിലുള്ള ബോൺസുകളായിരിക്കും. പിന്നെ പേയ്മെൻറ്റുകളൊക്കെ നമ്മൾ സെമി ആനുവലി ആയിട്ട് നടത്തുന്നതിനായിരിക്കും പറയാം. ഈച്ച് സ്ട്രിപ്പ് ഈസ് 10 ദെൻ സോൾഡ് ആസ് എ സീറോ കൂപ്പൺ ബോൺസ്. ആദ്യം ഇങ്ങനെ ഇഷ്യൂ നടത്തും, അതിനുശേഷം അത് സീറോ കൂപ്പൺ ബോൺസ് ആയിട്ടാണ് വിൽക്കുന്നത്, സോൾഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബോൺസ് ആണ് അടുത്ത കാറ്റഗറി, അതായത് PSU ബോൺസുകൾ. ദിസ് ആർ മീഡിയം ഓർ ലോങ് ടേം ബോൺസ്, ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അതായത് ലോങ് ടേം മീഡിയം ടേം ആയിട്ടുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സുകൾ, സെക്യൂരിറ്റീസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇഷ്യൂ നടത്തുമ്പോൾ അതിനെയാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബോൺസ് എന്ന് പറയുന്നത്. ദ ടേം യൂഷ്വലി ഡിനോട്ട് ബോണ്ട് ഇഷ്യൂഡ് ബൈ സെൻട്രൽ PSU ഇഷ്യൂ നടത്തുന്ന ബോൺസുകളായിട്ടാണ് ഇത് സാധാരണ ടേം ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബോണ്ട് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് PFIS എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആൾസോ അലൗഡ് ടു ഇഷ്യൂ ബോൺസ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് പുറമെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ബോണ്ടുകൾ ഇഷ്യൂ നടത്താൻ അലോ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന 2 തരത്തിലാണ് ഇഷ്യൂ നടത്തുന്നത്. ത്രൂ പബ്ലിക് ഇഷ്യൂ ടാർഗറ്റ് അറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രസ്റ്റ്. പബ്ലിക് ഇഷ്യൂ ടാർഗറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും ട്രസ്റ്റിനെയും ആ വഴിയിലൂടെ ഇഷ്യൂ നടത്തുന്നു. രണ്ടാമത്തെ വഴി പറയുന്നത് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ടു ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ആ വഴിയും നമ്മൾ ഇഷ്യൂ നടത്തുന്നത്. അതിനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 5 കാറ്റഗറീസ് ഓഫ് ബോണ്ട് പറഞ്ഞു. ഫസ്റ്റ് കാറ്റഗറി ടൈപ്പ് ഓഫ് ബോണ്ട് ടൈപ്പ് ബേസ്ഡ് ഓൺ കൂപ്പൺ സ്ട്രക്ചർ, അതായത് ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നതിന് ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്, അതായത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് പ്രൈസിനനുസരിച്ച് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അതിനെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇഷ്യൂ നടത്തുന്നത് ഡിസ്കൗണ്ട് റേറ്റിലും അതുമാതിരി റീപേയ്മെൻറ്റ് നടത്തുന്നത് ഫേസ് വാല്യൂ അറ്റ് മെച്യൂരിറ്റി. ഇനി ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷന് ലിങ്ക് ചെയ്തിട്ടുള്ള ബോണ്ട്സുകളാണ് ഇൻഡെക്സ് ലിങ്ക്ഡ് ബോണ്ട്സ്. പിന്നെ മോർഗേജ് ബോണ്ട്സ് പറഞ്ഞു, ബോണ്ട് ബാക്ക്ഡ് ബൈ ദ അസറ്റ്സുകളെ ബാക്ക് ചെയ്തിട്ടുള്ളതിനാണ്. പിന്നെ ഡിബഞ്ചർ പറഞ്ഞു, അൺസെക്യൂർഡ് ആയിട്ടുള്ളതാണ്. അതെന്താണ്, കോർപ്പറേറ്റുകൾ ഇഷ്യൂ നടത്തുന്നതാണ്, അതുകൊണ്ട് റിസ്ക് കൂടുതലായിരിക്കും കേട്ടോ, ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ബോണ്ട് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് എംബഡഡ് ഓപ്ഷൻസ്, അതായത് കോളബിളും പുട്ടബിളും. ഇതിൽ കോൾ ചെയ്യുന്നത് ആർക്കാ, കോളബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അതായത് ഇഷ്യൂയർക്ക് ബോണ്ട് മെച്യൂരിറ്റി പീരീഡിന് മുന്നേ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്. പുട്ടബിൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്ററിന് ബോണ്ട് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ. കൺവേർട്ടിബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസും സ്റ്റോക്കിലോട്ടും ബോണ്ട് കൺവേർട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ബോണ്ടിനെയാണ് കൺവേർട്ടിബിൾ ബോണ്ട് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി ബോണ്ട് ടൈപ്പ് ബേസ്ഡ് ഓൺ ദ പീരീഡ് ഓഫ് ബോണ്ടിൻ്റെ പീരീഡ്. ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ പാർ വാല്യൂവിലും അല്ലെങ്കിൽ ഫേസ് വാല്യൂവിലും കുറവ്, അതിലും താഴെയായിട്ട് നമ്മൾ ഇഷ്യൂ നടത്തുമ്പോൾ അതിന് ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നുണ്ട്. സാധാരണ 20% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആയിട്ടാണ് നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത്. പെർപെച്വൽ ബോണ്ട് എന്ന് പറയുമ്പോൾ നോ മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്ത ബോണ്ടുകളെ പെർപെച്വൽ ബോണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ടു സപ്പോർട്ട് ദ ഗവൺമെൻറ് സ്പെൻഡിങ്, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്
ഇഷ്യൂ നടത്തുന്ന സെക്യൂരിറ്റീസിനെ പറയുന്നതാണ് ഗവൺമെൻറ് ബോൺസുകൾ. അതിലെന്താ റിസ്ക് കുറവായിരിക്കും. പിന്നെ കൂപ്പൺ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ട് കാറ്റഗറി ട്രഷറി ബിൽസ് ആണ്. ട്രഷറി ബിൽസ് പറയുമ്പോൾ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, മെച്യൂരിറ്റി ലെസ് ദാൻ 1 ഇയർ, ഒരു വർഷത്തിലും താഴെ മെച്യൂരിറ്റി ഉള്ളതാണ്. അതിൽ 91 ഡേയ്സ്, 182 ഡേയ്സ്, 364 ഡേയ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ക്യാഷ് മാനേജ്മെൻറ്റ് ബിൽസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് വിത്ത് ഷോർട്ട് വാലിഡിറ്റി വിച്ച് ഈസ് യൂഷ്വലി ലെസ് ദാൻ 91 ഡേയ്സിനെക്കാട്ടിലും താഴെ ഉള്ള സെക്യൂരിറ്റി ഷോർട്ട് ടേം വാലിഡിറ്റി ആയിട്ട് ഇഷ്യൂ നടത്തുമ്പോൾ അതിനെ ക്യാഷ് മാനേജ്മെൻറ്റ് ബിൽസാണ്. സാധാരണ 91 ദിവസത്തിൽ കുറവായിരിക്കും. പിന്നെ അടുത്തത് ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബിഹാഫായിട്ട് ഇഷ്യൂ നടത്തുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. മെച്യൂരിറ്റി പീരീഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ ഫിക്സഡ് മെച്യൂരിറ്റി ഡേറ്റിന് പ്രീഡിറ്റർമൈൻഡ് ഡേറ്റ് ഒക്കെ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ബഡ്ജറ്റ് ഡെഫിസിറ്റും ബഡ്ജറ്ററി റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ നടത്തുന്ന ബോൺസിനെയാണ് പറയുന്നത് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസുകൾ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ മുനിസിപ്പൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ നടത്തുന്ന ബോൺസ്. അതായത് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ്, റോഡ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, സ്കൂൾ, അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്കുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ബോൺസുകളാണ് ഇഷ്യൂ നടത്തുന്നത്. ഇനി അതർ ടൈപ്പ് ബോൺസിൽ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ബോൺസ് ആൻഡ് ജങ്ക് ബോൺസ്. അതായത് ഹൈ റേറ്റിംഗ് നടത്തിയിട്ടുള്ള ബോൺസുകൾ നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ബോൺസുകൾ, ലോയർ റേറ്റ് ആയിട്ടുള്ളത് പറയുന്നത് ജങ്ക് ബോൺസ്. സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് കൂപ്പൺ പേയ്മെൻറ്റും മെച്യൂരിറ്റി വാല്യൂവിനെയും ബ്രേക്കപ്പ് ചെയ്തിട്ടുള്ള ബോൺസുകളെയാണ് സ്ട്രിപ്സ് എന്ന് പറയുന്നത്. അത് ബോണ്ട് സെമി ആനുവലായിട്ടാണ് കൂപ്പൺ പേയ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ അത് സീറോ കൂപ്പൺ ബോണ്ടായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടേമും ലോങ് ടേം ആയിട്ടുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്. യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ഇഷ്യൂഡ് ബൈ സെൻട്രൽ PSUs അങ്ങനെയാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ബോണ്ട് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അലൗഡ് ആയിട്ടുണ്ട്. അതിൽ പറയുന്നതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ട്രസ്റ്റിനും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെയും നമുക്ക് ഇഷ്യൂ നടത്താം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 കാറ്റഗറീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അണ്ടറായിട്ട് വരുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യനായിട്ട് പ്രോബ്ലം ആയിട്ട് തിയറി ക്വസ്റ്റ്യനായിട്ട് വരും കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ക്വസ്റ്റ്യനായിട്ട് വരും. അപ്പോൾ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും നമുക്ക് തിയറി അത്യാവശ്യം പഠിക്കാണ്ട്, പ്രോബ്ലം പഠിക്കാണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. പിന്നെ ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായിച്ചോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ പ്രോബ്ലമാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക്